വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ DBMS കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് DBMS കോഴ്സിന്റെ ബാക്കി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടും ഈ DBMS റിലേറ്റഡ് കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ടേംസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ടേം എന്താണെന്ന് ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഡേറ്റയ്ക്ക് പല ഡെഫിനേഷൻ കിട്ടും. പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്ന ഈ ടേംസ് എല്ലാം ഈ ഒരു സബ്ജക്റ്റിനെ റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ DBMS പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഡേറ്റ എന്താണെന്നാണ്. ഓക്കെ, ഡേറ്റ മീൻസ് it could be any fact that can be recorded and stored. Okay, അതാണ് ഇവിടെ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നത്. ഡേറ്റ എന്ന് പറയുന്നത് എന്ത് ഫാക്റ്റും ആകാം, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന എന്ത് കാര്യത്തിനെ നമുക്ക് ഡേറ്റ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ടെക്സ്റ്റ്, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ നെയിംസ് മൊത്തം അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ കുട്ടികളുടെ നെയിംസ് മൊത്തം സ്റ്റോർ ചെയ്യണം. അപ്പം എന്താണ്, അതൊരു ടെക്സ്റ്റ് ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്പേഴ്സ്, ക്ലാസ്സിലെ കുട്ടികളുടെ ഫോൺ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം. അപ്പം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേറ്റയാണ്. ഇനി വീഡിയോസ്, ഇപ്പൊ നിങ്ങളിപ്പം എന്റെ ഈ വീഡിയോ യൂട്യൂബിൽ കാണണം. അപ്പം ഈ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഇമേജസ്, നിങ്ങളിപ്പം എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ FB അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിൽ എന്താണ് ഇടുന്ന പ്രൊഫൈൽ പിക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ എന്താണ്, ഒരു ഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഓഡിയോസ് മീൻസ് സ്പീച്ചസ്, അങ്ങനത്തെ എന്തെങ്കിലും ഓഡിയോ ക്ലിപ്സുകൾ, അതെല്ലാം എന്താണ്, ഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഡേറ്റ എന്താണെന്ന് ക്ലിയർ ആയി. ഇനി ഇൻഫോർമേഷൻ എന്താന്ന് നോക്കാം. നിങ്ങളിപ്പോ ഡേറ്റയും ഇൻഫോർമേഷനും ഒരു സെയിം മീനിങ്ങിൽ തന്നെയായിരിക്കും നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മീനിങ് ഫുൾ ഡേറ്റ. നമ്മൾ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ഡേറ്റനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരാള് യൂട്യൂബിൽ സെർച്ച് ചെയ്യാണ് DBMS ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതില് ഞാനിപ്പോൾ DBMS ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതാണ് എന്റെ ഇൻഫോർമേഷൻ. ഡേറ്റാസ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസിനെയും നമുക്ക് ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് എനിക്ക് വേണ്ടത് എന്താണ്, DBMS ട്യൂട്ടോറിയലിന്റെ വീഡിയോസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും ഡേറ്റയിൽ നിന്നും എനിക്ക് വേണ്ടുന്ന ഡേറ്റ DBMS ട്യൂട്ടോറിയൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, അതാണ് എന്റെ കേസിൽ ഇൻഫോർമേഷൻ. ഇനിയിപ്പോ വേറൊരാൾ ചിലപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൽ ഒരു മൂവി ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയുടെ കേസിൽ എന്താണ്, ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത മൂവീസ് ആയിരിക്കും പുള്ളിയുടെ കേസിൽ ഇൻഫോർമേഷൻ. അപ്പൊ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഡേറ്റയ്ക്കകത്തു നിന്നുള്ള മീനിങ് ഫുൾ ഡേറ്റ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടേമാണ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് മീൻസ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ. എന്ന് വെച്ചാൽ ഡേറ്റയുടെ റിലേറ്റഡ് ഡേറ്റ, വെറും ഡേറ്റ അല്ല, റിലേറ്റഡ് ഡേറ്റയുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഡേറ്റാബേസിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാനാണെങ്കിൽ, നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡേറ്റാസ് കുറെ ഡേറ്റാബേസിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ ഡേറ്റാബേസിലുള്ള ഡേറ്റാസ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല അതിന്റെ ഇന്റർണലി ഇതൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉള്ളവരായിരിക്കും എല്ലാവരും. അപ്പൊ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ ഉണ്ടാവുന്നത് കാണും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നെയിം എൻട്രി ചെയ്ത് കൊടുക്കണം. നെയിം, പാസ്വേഡ്, ഡേറ്റ്സ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കൊരു സബ്മിറ്റ് ബട്ടൺ കാണുമായിരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആക്ച്വലി ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കറസ്പോണ്ടിങ് ഡേറ്റാബേസിലേക്ക് നിങ്ങളുടെ ഇൻഫോർമേഷൻ പോയി സ്റ്റോർ ആകുന്നുണ്ട്. നെയിം എന്ന് പറഞ്ഞ് പാസ്വേഡ്, ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ്, ഇൻസ്റ്റാഗ്രാമിന്റെ കറസ്പോണ്ടിങ് ഡേറ്റാബേസിലേക്ക് നിങ്ങളുടെ ഇൻഫോർമേഷൻ പോയി സ്റ്റോർ ആവുന്നുണ്ട്.
അതുകൊണ്ടിട്ടാണ് പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ സൈനപ്പ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഡേറ്റ് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ സേവ് ചെയ്ത് വെച്ച ഡേറ്റയും നിങ്ങൾ ലോഗിൻ ചെയ്യാൻ എൻട്രി ചെയ്ത ഡേറ്റയും തമ്മിൽ മാച്ച് ആണോ എന്ന് നോക്കും. എന്നിട്ടാണ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറ്റി വിടുന്നത്. അത് എന്തുകൊണ്ടിട്ടാണ്? ഇൻസ്റ്റാഗ്രാമിന്റെ ഡേറ്റാബേസിൽ നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്കൊരു സെർച്ചിന്റെ സ്ക്രീൻ ഉണ്ടല്ലോ, ആ സെർച്ചിന്റെ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നതായിരിക്കില്ല വേറൊരാൾക്ക് കാണുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് സ്ക്രീനിൽ വരുന്നത് നിങ്ങൾ ആരുടെയൊക്കെ പ്രൊഫൈൽ നോക്കി എന്തൊക്കെ കണ്ടു എന്നുള്ളതിന്റെ ബേസിലായിരിക്കും നിങ്ങളുടെ സെർച്ച് സ്ക്രീനിൽ നിങ്ങളുടെ ഓരോ ഫോട്ടോസും കാര്യങ്ങളും വരുന്നത്. പക്ഷെ അതായിരിക്കണമെങ്കിൽ എന്റെ സ്ക്രീനിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും യൂട്യൂബിലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കണമെന്നില്ല വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന്റെ കാര്യം എന്താണ്? നമ്മള് കാണുന്ന വീഡിയോസും നമ്മളുടെ പ്രിഫറൻസും എല്ലാം അവിടെ യൂട്യൂബിന്റെ ഡേറ്റാബേസിൽ നമ്മൾ ഓരോ വീഡിയോസും കാണുമ്പോൾ അതിനനുസരിച്ച് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ഒരിക്കലും യൂട്യൂബ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതെന്താണ്? നമ്മളുടെ ഇൻഫോർമേഷൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് കുറെ നമുക്ക് എന്താണ് ഒരു കോളേജിൽ തന്നെ കുറെ സെമസ്റ്റർ ഉണ്ടായിരിക്കും. ഒരു കോളേജിൽ S1, S2, S3. അപ്പം ഈ ഓരോ സെമസ്റ്ററിലെ കുട്ടികളുടെയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അതിന് യൂണിവേഴ്സിറ്റീസിന്റെ എക്സാമ്പിൾ എടുത്താലും അവിടെയും കാണും ഒരു ഡേറ്റാബേസ്. അവിടെ ഇതുപോലെ നെയിം, സെമസ്റ്റർ, മാർക്ക്, അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് നമ്മളുടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങളിപ്പോ ഹോസ്പിറ്റൽസിൽ പോവാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐ ഡി തരും. എന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ ഇനി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഐ ഡി ആയിട്ട് വേണം വരാൻ, ഈ ഐ ഡി മറക്കരുതെന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നത്. കാര്യം എന്താ? അവിടെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമ്മളുടെ ഡേറ്റാസ് ഒക്കെ അവിടെയും ഹോസ്പിറ്റലിന്റെ ഡേറ്റാബേസിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ഒരിക്കൽ വരുമ്പോൾ കറസ്പോണ്ടിങ് നമ്മളുടെ ഐ ഡി നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഐ ഡി അവർ അടിച്ചു കൊടുത്തു നോക്കും. അങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ഡേറ്റാബേസ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഡേറ്റാബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞത് ഇപ്പൊ ഒരാളുടെ ഇതിപ്പോ എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ഡേറ്റ അല്ലേ? എന്റെ അക്കൗണ്ടിന്റെ നെയിം, എന്റെ പാസ്വേഡ്, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലത്തെ കുറച്ച് ഇൻഫോർമേഷൻ. ഇപ്പൊ ഇത് റിലേറ്റഡ് ഡേറ്റയുടെ കളക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്റെ അക്കൗണ്ട് മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത് അല്ലെ? ഇപ്പൊ ഇനി എന്റെ സിസ്റ്ററിന്റെ ഒരു അക്കൗണ്ട് കാണും, അതുപോലെ നിങ്ങളിൽ ആരുടെയെങ്കിലും, അങ്ങനെ എത്രയോ ആൾക്കാരുടെ എന്താണ് റിലേറ്റഡ് ഡേറ്റയുടെ കളക്ഷൻ ആണ്. അതുകൊണ്ടിട്ടാണ് നമ്മളതിനെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഈ ഓരോ റോ എന്ന് പറയുന്നതും റിലേറ്റഡ് ഡേറ്റയാണ്. അതിന്റെ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡേറ്റാബേസ് എന്താണ് ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ക്ലിയർ ആയി കാണുമല്ലോ. നിങ്ങൾ ഡേറ്റാബേസ് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയാലാണെങ്കിലും അവിടെ എന്താണ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയാലും അവിടെയുള്ള സാധനങ്ങളുടെ പ്രൊഡക്ട്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് അവർ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോ നിങ്ങളോട് ഡേറ്റാബേസ് എന്ന് പറഞ്ഞത് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഇപ്പൊ എന്റെ ഒരു DBMS ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പേജ് എന്ന് പറയുന്നതും എന്താണ് റിലേറ്റഡ് ഡേറ്റ. ആ ബുക്ക് എന്ന് പറയുന്നത് കുറെ റിലേറ്റഡ് ഡേറ്റയുടെ കളക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ? അപ്പൊ നമുക്ക് അതിനെ ഒരു DBMS ആയിട്ട് ഡേറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ഇതിനൊന്നും ഡേറ്റാബേസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ് സം ആസ്പെക്ട്സ് ഓഫ് ദ റിയൽ വേൾഡ്. ദാറ്റ് മീൻസ് നമുക്ക് റിയൽ വേൾഡിൽ എന്ത് മാറ്റം വന്നാലും അത് കറസ്പോണ്ടിങ് നമ്മുടെ ഡേറ്റാബേസിലും റിഫ്ലക്ട് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബിൽ വീഡിയോ കാണുവാണ്, അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ഡേറ്റാബേസിൽ അത് റിഫ്ലക്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ലൈക്ക് അടിക്കും, അതിന്റെ കറസ്പോണ്ടിങ് ആ വീഡിയോന്റെ ഡേറ്റാബേസിൽ ആ വീഡിയോയുടെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് കാണുമല്ലോ. അപ്പൊ അവിടെ ലൈക്സിന്റെ കൗണ്ട് ഒന്ന് കൂടണം. അതുപോലെ തന്നെ നിങ്ങള് ഇപ്പം എന്തെങ്കിലും ഒരു അക്കൗണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ അയച്ച സമയത്തോ എന്തെങ്കിലും നിങ്ങൾ എന്തായിരുന്നു അൺമാരീഡ് ആയിരുന്നു കാണും. പക്ഷെ നിങ്ങൾ മാരീഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ ഡേറ്റ് എന്ത് ചെയ്യണം? ആ
അപ്ഡേറ്റ് ചെയ്യണം, മാരീഡ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ റിയൽ വേൾഡ് വരുന്ന ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡേറ്റാബേസിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഡേറ്റാബേസിന് വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനത്തെ കേസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടിട്ട് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഇന്റേണൽ മാർക്ക് ഇട്ടു, നിങ്ങൾ പോയി നോക്ക്, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാർക്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ കറസ്പോണ്ടിങ് ടീച്ചേഴ്സിന് ട്യൂട്ടറിനെ കാണാന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് പറയുമായിരിക്കും. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് നോക്കുമ്പോൾ അയാളുടെ ഇന്റേണൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ നിങ്ങൾ പോയി പറയുമ്പോൾ അതിനനുസരിച്ച് ടീച്ചർ എന്താണ് ഇന്റേണൽ മാർക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇന്റേണൽ മാർക്ക് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, അത് ഡേറ്റാബേസിൽ റിഫ്ലക്ട് ആയിരിക്കണം. അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റിയൽ വേൾഡിൽ എന്ത് ചേഞ്ച് വരുത്തുന്നുണ്ടോ, റിയൽ വേൾഡിൽ എന്ത് ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് ഡേറ്റാബേസിലും അതിന് റിഫ്ലക്ട് ചെയ്യാൻ കഴിയണം. ഇനി ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ, ഞാനിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയി, അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഡേറ്റാബേസില് ഇപ്പൊ അവരുടെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, ആ പ്രൊഡക്റ്റിന്റെ കൗണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പോയി ഡയറി മിൽക്ക് മൊത്തം അവിടെ 100 എണ്ണം ഉണ്ട്. ഇപ്പൊ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡയറി മിൽക്ക് 100 എണ്ണം ഉണ്ട്. ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, ഒരു 5 ഡയറി മിൽക്ക് വാങ്ങി. അപ്പൊ ഞാൻ 5 ഡയറി മിൽക്ക് വാങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ കൗണ്ട് എന്തായി, 95 ആയി. അപ്പൊ ഒരു 100 തന്നെ വെച്ചോണ്ടിരുന്നാൽ അതെന്താണ്, തെറ്റായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു ഞാൻ, അപ്പം എന്റെ ഡയറി മിൽക്ക് 5 എണ്ണം ഞാൻ വാങ്ങി കഴിയുമ്പം അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഇവരുടെ കൗണ്ടിനകത്ത് അത് റിഫ്ലക്ട് ചെയ്തത് 95 ആകണം. മനസ്സിലായോ? അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഡേറ്റ എന്താന്ന് പഠിച്ചു, ഡേറ്റ ബേസ് എന്താന്ന് പഠിച്ചു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് DBMS. DBMS മീൻസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഡേറ്റാബേസ് ഇപ്പൊ പറഞ്ഞിരുന്നു, ഞാനിപ്പോ യൂട്യൂബിൽ ലൈക്ക് അടിക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, എന്റെ ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ആവണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എന്റെ ഡേറ്റ അവിടെ പോയി സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ DBMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ DBMS എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ മീൻസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ്. അപ്പൊ ഈ സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ് ഈ DBMS എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഡേറ്റാബേസിനെ ഡിഫൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഓരോ ടേമും എന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെയും DBന്റെ വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മുടെ ഡേറ്റാബേസ് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിനുള്ള ഡേറ്റാബേസ് ആയിരിക്കും യൂണിവേഴ്സിറ്റിന്റെ ഡേറ്റാബേസ്, അതായിരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിന് വേണ്ടേ, അതാണ് യൂട്യൂബിന് വേണ്ടേ, അതാണ് ഒരു ഹോസ്പിറ്റലിന് വേണ്ടേ. അപ്പൊ ഓരോ ആപ്ലിക്കേഷനനുസരിച്ച് അവിടുത്തെ ഡേറ്റാബേസ് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഡേറ്റാബേസിൽ എന്താണ്, ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയും, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമിന്റെ ഡേറ്റാബേസ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്ത് ചെയ്യണം, എന്റെ നെയിം കാണും, എന്റെ യൂസർ നെയിം കാണും, പാസ്വേഡ് കാണും, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണും, എന്റെ ഇട്ടേക്കുന്ന പ്രൊഫൈൽ പിക്ക് കാണും, പിന്നെ എന്റെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാണും. ഓക്കെ, ഇതാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഡേറ്റാബേസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റാബേസിന്റെ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണും, നെയിം കാണും, ഏത് സെമസ്റ്റർ ആണെന്ന് കാണും, കറസ്പോണ്ടിങ് സബ്ജക്ട്സ് ഏതൊക്കെ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും യൂണിവേഴ്സിറ്റിന്റെ ഡേറ്റാബേസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ഡിഫൈനിങ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഇപ്പൊ ഓരോ ഡേറ്റാബേസിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, ആ ഓരോ ഡീറ്റെയിൽസിന്റെയും ടൈപ്പ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഡിഫൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്നത് ആരാണ്, ഈ DBMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ഡേറ്റാബേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യാൻ മീൻസ് കറസ്പോണ്ടിങ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഡേറ്റാബേസിൽ ഇന്ന ഡീറ്റെയിൽസ് ആണ് വെക്കേണ്ടത്. അപ്പൊ ഈ ഓരോ ഡീറ്റെയിൽസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, അതൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ഡിഫൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പൊ നെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെക്സ്റ്റ് ആണ്. പാസ്വേഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റോ നമ്പറോ എന്തും ആകാം. ഡേറ്റ് ഓഫ് ബർത്ത് നമ്പർ ആയിരിക്കും. DP എന്ന് പറയുന്നത് ഒരു ഇമേജിന്റെ ടൈപ്പ് ആയിരിക്കും.
അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇവിടെ ഡിഫൈനിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി കൺസ്ട്രക്ടിങ് ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഈ ഡേറ്റാബേസിൽ നമ്മള് എന്താണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ തന്നെ സൈൻഅപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യില്ല. അപ്പൊ ഈ നമ്മൾ സേവ് ചെയ്യുന്ന ഡേറ്റാബേസിൽ സേവ് ചെയ്യുന്ന ഡേറ്റാസ് ഒക്കെ എവിടെയായിരിക്കും, മെമ്മറിയിലായിരിക്കില്ല പോയിരിക്കുന്നത്, ഏതെങ്കിലും ഒരു സ്റ്റോറേജ് മീഡിയത്തിലായിരിക്കില്ല പോയിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ കൺസ്ട്രക്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഏത് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനാണ് കൺസ്ട്രക്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാനിപ്പുലേറ്റിംഗ് മീൻസ് നമ്മൾ യൂസർ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. നമ്മളിപ്പോ പെർട്ടിക്കുലർ ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഞാൻ സൈൻഅപ്പ് ചെയ്യും. സൈൻഅപ്പ് ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് ഡേറ്റ എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈൻഅപ്പ് ചെയ്യുമ്പോൾ കൊടുത്തിരുന്ന ഡേറ്റാസ് എനിക്ക് എന്ത് ചെയ്യണം, ഡേറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ സൈൻഅപ്പ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഉള്ള ഡേറ്റാസ് ഡേറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ മാർക്സിന്റെ കേസ് പറഞ്ഞായിരുന്നു, മാർക്സിൽ കറക്ഷൻ ഉണ്ടായിട്ട് അപ്പൊ മാർക്സ് എന്ത് ചെയ്യണം, നേരത്തെ ഉണ്ടായിരുന്ന മാർക്ക് ഇപ്പൊ 25 ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി എനിക്ക് 30 ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതല്ല എന്താണ്, ഇപ്പൊ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡേറ്റാബേസ് എൻട്രിയിൽ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ യൂസർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഡേറ്റാബേസിൽ ഇങ്ങനെ ചേഞ്ചസ് അപ് ടു ഡേറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ അത് ചെയ്യുന്നതാണ് മാനിപ്പുലേറ്റിംഗ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ ഡേറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്വറീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്താണ് ക്വറീസ് എന്താണെന്ന് നമ്മൾ വൈഡ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ ലേറ്റർ പഠിക്കും. മാനിപ്പുലേറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ യൂസർ എന്തെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡേറ്റാബേസിന് എന്ത് ചെയ്യണം, അതിൽ ഡേറ്റാബേസിൽ ആ നമ്മൾ ചെയ്യുന്ന എന്താണോ അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതാണ് മാനിപ്പുലേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരാളാണോ യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ. അതെന്ന് പറയുന്നത് ഈ അറൌണ്ട് ദ വേൾഡ് എന്താണ് എല്ലാരും യൂസ് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് ഇപ്പൊ ഒരു 10 മിനിറ്റിനകത്ത് ഇൻസ്റ്റാഗ്രാം ആക്സസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് മില്യൺസ് ആയിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അറ്റ് എ ടൈം എത്ര പേരായിരിക്കും യൂട്യൂബിന്റെ ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്നത്? ഞാൻ ഒരാള് ഒരു ഡേറ്റ സെർച്ച് ചെയ്യുന്നു, ഒരു വീഡിയോ സെർച്ച് ചെയ്യുന്നു, എനിക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്, വേറൊരാൾ വേറെ വീഡിയോ സെർച്ച് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ് അപ്പം നടക്കാണ്. അപ്പൊ എന്താണ് യൂട്യൂബിന്റെ ഡേറ്റാബേസ് ആയിക്കോട്ടെ, ഇൻസ്റ്റയുടെ ഡേറ്റ ആയിക്കോട്ടെ, ഒരാളിലേക്കോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്കോ മാത്രമല്ല, അത് അറൌണ്ട് ദ വേൾഡ് എന്ത് ചെയ്തേക്കാ, ഷെയർ ചെയ്ത് കിടക്കാണ്. അതാണ് ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തില് ഒരു ഡേറ്റാബേസിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതും അതിനെ കൺസ്ട്രക്ട് ചെയ്യുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ ഷെയർ ചെയ്യുക. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS എന്നുള്ളത്. നമുക്കതൊരു ഡയഗ്രാം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ യൂസറിന്റെ ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? DBMS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വഴിയാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സൈൻഅപ്പ് ചെയ്യുമ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റാബേസിലേക്ക് ഡേറ്റ പോയി സേവ് ആകുന്നത് ആര് വരിക? DBMS വഴിയാണ്. ഓക്കെ, അപ്പം യൂസർ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത് ആര് വഴിയാണ്? DBMS വഴിയാണ്. പക്ഷെ ഇതൊന്നും നമ്മള് ആക്ച്വലി നമ്മളെന്ന് പറയുന്നത് എൻഡ് യൂസർ ആണ്. എൻഡ് യൂസർ മീൻസ് ആ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് ഈ ഇന്റർനെറ്റിൽ നടക്കുന്ന ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ പഠിക്കാനുള്ള അടുത്തൊരു ടേമാണ് DBS. DBS മീൻസ് ഡേറ്റാബേസ് സിസ്റ്റം. ഓക്കെ, ഈ ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസിനെയും DBMSനെയും കൂടി മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ഡേറ്റാബേസ് സിസ്റ്റം. കാരണം നമുക്ക് അവിടെ ഡേറ്റാബേസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ഡേറ്റാബേസിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒക്കെ ആരും കൂടി വേണം? DBMSഉം കൂടി വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡേറ്റാബേസിനെയും DBMSനെയും ടുഗദർ നമ്മൾ പറയുന്നതാണ് ഡേറ്റാബേസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ടു DBMS എന്ന് പറഞ്ഞ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് കുറച്ച് ടേംസ് ആണ് DBMS റിലേറ്റഡ് കുറച്ച് ടേംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഡേറ്റ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതിൽ ഇൻഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു, ഡേറ്റാബേസ് എന്താണെന്ന് പറഞ്ഞു, DBMS എന്താണെന്ന് പറഞ്ഞു, ഡേറ്റാബേസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകട്ടെ എന്നുള്ള രീതിയിലാണ് കുറെ എക്സാമ്പിൾസ് ഒക്കെ ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ആകെ എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ
അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റർ ഇൻകമിങ് വീഡിയോസിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ബൈ.